Good morning, students. Continuing with the chapter that is fixed income securities, we have to calculate intrinsic value. Okay, fixed income securities മെയിനായിട്ട് വരുന്ന ഒരു കാൽക്കുലേഷനാണ് ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേഷൻ അല്ലെങ്കിൽ കറൻറ്റ് വാല്യൂ ഓഫ് ബോണ്ട് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. Okay, what is intrinsic value? It is the present value of all future cash flows which are likely to arise from the asset. ഒരു അസറ്റിൽ നിന്നുണ്ടാവുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്കൗണ്ട് ചെയ്യുന്നു. ആ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂവിനെയാണ് നമ്മൾ ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. സോ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൽ മെയിനായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ബോണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് അയാൾ ബോണ്ട് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ ബോണ്ട് സെല്ല് ചെയ്യണോ വേണ്ടയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Kumar is considering the purchase of a bond which is currently selling at rupees 8,785.07. The bond has 4 years to maturity. The bond has 10,000 face value and 8% coupon rate. The next interest payment is due on 1 year from today. Approximate discount factor for investment in similar risk is 10%. Okay. നമുക്ക് ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്ന് നോക്കാം. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുമാർ പർച്ചേസ് ചെയ്യണോ ബോണ്ട് പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്നും കൂടി ഡിസൈഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രോബ്ലത്തിൽ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി. നോക്കാം എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. കറൻ്റ്ലി സെല്ലിംഗ് അറ്റ് റുപ്പീസ് 8,785.07. അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് എത്രയാണ്? 8,785.07. ഓക്കെ, പിന്നെ പറയുന്നത് മെച്യൂരിറ്റി പീരീഡാണ്. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 4 years ആണ്. ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് 10,000. അതുപോലെ തന്നെ കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട് 8%. പിന്നെ നമ്മൾക്ക് ഡിസ്കൗണ്ട് ഫാക്ടറും തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് ഫാക്ടർ ഇതുപോലെയുള്ള സിമിലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് നമ്മളോട് ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കിട്ടിയ ഫിഗർ എന്ത് ചെയ്യുക? ആദ്യമേ എടുത്തെഴുതുക. ഫസ്റ്റ് നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, മെച്യൂരിറ്റി ടൈം കിട്ടിയിട്ടുണ്ട്, ഫേസ് വാല്യൂ കിട്ടിയിട്ടുണ്ട്, കൂപ്പൺ റേറ്റ് കിട്ടിയിട്ടുണ്ട്, ഡിസ്കൗണ്ട് ഫാക്ടറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 10% എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഫാക്ടർ അനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ടുള്ള ആ എത്രയാണ് വാല്യൂ? ഇപ്പം പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 10% ഫോർ 4 years. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ആദ്യമേ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്യാനുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യനെ നേരിട്ട് തരും. തന്നിട്ടില്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 10%. ഡിസ്കൗണ്ട് ഫാക്ടറാണ് 10%. 10% ഫോർ 4 years. ഓക്കെ, 4 yearsലേക്കുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ ഏതാണെന്ന് നോക്കണം. ഓക്കെ, പിന്നെ ഫൈൻഡ് ചെയ്യാനുള്ളത് പ്രസൻറ്റ് വാല്യൂ ഓഫ് 10% ഫോർ 4 year.
ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലേക്ക് പോവാം. സോ നമുക്ക് ഈ ആനുവിറ്റി ടേബിളിലേക്ക് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഓക്കെ, നോക്കുന്ന സമയത്ത് പ്രസൻറ്റ് വാല്യൂ അറ്റ് 10% ഫോർ 4 years. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കുള്ളത് റേറ്റാണ്. ഓക്കെ, ഇങ്ങോട്ടേക്കുള്ളത് ഈ നമ്പർ ഓഫ് ഇയേഴ്സാണ്. ഇനി നോക്കേണ്ടത് 10% ആണ് നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലേ. 10% ആണ് നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ. സോ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. സോ 10%. ഇയേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് 4 years. സോ ഇത് രണ്ടും കൂടി വരുന്ന ഫിഗർ ഏതാണെന്ന് നോക്കാം. 10%, 1 year, 2nd year, 3rd year, 4th year. 4th ഇയറിൽ എത്രയാണ് വരുന്നത്? 0.6830. അതുപോലെ തന്നെ അടുത്തൊരു ടേബിളും കൂടി ഉണ്ട്, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 10% ഫോർ 4 years. ഓക്കെ, ആ ടേബിൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല, അത് പോയി നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിലുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഏതാണെങ്കിലും അതിൽ അതിൻ്റെ വാല്യൂസ് ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ടതാണ്, എൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 10% ഫോർ 4 years ആണ്. ഇതെന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ മാത്രമാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് വാല്യൂ കിട്ടി, എത്രയാണ്? 0.6830. അതുപോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അറ്റ് 10% ഫോർ 4 years വെച്ച് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 3.170 ആണ്. ഓക്കെ, ഇനി നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു സോ ഇതാണ് ഫോർമുല, ദാറ്റ് ഈസ് കൂപ്പൺ പേയ്മെൻറ്റ് ഇൻറ്റു PVFA. PVFA എന്ന് പറയുമ്പോൾ എന്താണ്? 4 yearsൽ 10% വെച്ചിട്ട്. ഓക്കെ, 4 ഇയറിൽ 10% വെച്ചിട്ട് ഉള്ളത്. ഓക്കെ, PVF എന്ന് പറയുമ്പോൾ 4 yearsൽ 10% വെച്ച് തന്നെ, പക്ഷെ രണ്ടിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ PVFൻ്റെ ടേബിളാണ് കേട്ടോ. PVFയുടെ ടേബിൾ നിങ്ങളാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഉണ്ട് PVFI എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളുണ്ട്, ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അതെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1000ൻ്റെ 8%. 1000ൻ്റെ 8% എന്ന് പറയുന്നത് എത്രയാണ്? 800 ഇൻറ്റു PVFA നമ്മൾ നേരത്തെ പോയി കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ്? 3.170 പ്ലസ് ഫേസ് വാല്യൂ എത്രയാണ്? 1000 ഇൻറ്റു PVF നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, എത്രയാണ്? 0.683. ക്ലിയർ? 0.683. സോ നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് 9366. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആൻസർ കിട്ടി, എത്രയാണ്? ഇൻട്രിൻസിക് വാല്യൂ 9366 എന്ന് കിട്ടി. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട നമുക്കൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇൻട്രിൻസിക് വാല്യൂ മാത്രമല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ട് രാംകുമാർ ആ ബോണ്ട് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കമ്പാരിസൺസ് നടത്താനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂവും മാർക്കറ്റ് പ്രൈസും തമ്മിൽ കമ്പാരിസൺ നടത്തും. ക്ലിയർ ആയോ? അതായത് ഇൻട്രിൻസിക് വാല്യൂ മാർക്കറ്റ് പ്രൈസും കൂടി കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് ബൈ ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ, ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ നമ്മുടെ ബോണ്ട് എന്താണ്? അണ്ടർ പ്രൈസ്ഡ് ആണ് അല്ലേ?
കൂടുതൽ വാല്യൂ ഉള്ള ബോണ്ടാണ്, പക്ഷെ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവാണ്. ക്ലിയർ ആയോ? അണ്ടർ പ്രൈസ്ഡ് ആണ് നമ്മുടെ ബോണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ചെയ്യാം. കാരണം മാർക്കറ്റിനേക്കാളും കൂടുതൽ വാല്യൂ ആ ബോണ്ടിനുണ്ട്. സോ ബൈ ഇറ്റ്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ ഈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് എന്ത്? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണ്ടിന് അത്ര വാല്യൂ ഒന്നുമില്ല, പക്ഷെ മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ ഹൈപ്പ് ചെയ്ത് കാണിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ പ്രൈസ്ഡ് ആണ്. ഓക്കെ, ഓവർ പ്രൈസ്ഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യില്ല? ബൈ ചെയ്യില്ല. കാരണം നമുക്ക് ആ വാല്യൂവിനേക്കാളും കൂടുതലായിട്ടാണ് ആ ബോണ്ട് കാണിച്ചേക്കുന്നത്. സോ നമ്മൾ ബൈ ചെയ്യില്ല. സോ ഡോണ്ട് ബൈ. ക്ലിയർ? സോ നമുക്ക് ഇവിടെ നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നോക്കുന്ന സമയത്ത് ഇൻട്രിൻസിക് വാല്യൂ എത്ര കിട്ടിയത്? 99,366 അല്ലേ? മാർക്കറ്റ് പ്രൈസോ 8,785.07. മാർക്കറ്റ് പ്രൈസ് ആണോ കൂടുതൽ? ഇൻട്രിൻസിക് വാല്യൂ ആണ് കൂടുതൽ. സോ വി വിൽ ബൈ ദ ബോണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Intrinsic value of the bond is more than the market price, so it is better to purchase the bond. Clear? ഇനി സെല്ലിങ്ങിൻ്റെ കേസിലാണെങ്കിൽ, സെല്ലിങ്ങിൻ്റെ കേസും കൂടി നമുക്ക് പറഞ്ഞു പോയേക്കാം. സെല്ലിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നു കേട്ടോ. സോ നമ്മൾ ബൈ ചെയ്യും എന്നാണ്. സോ സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ മാർക്കറ്റ് പ്രൈസ്. നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ കുറവും ഇൻട്രിൻസിക് വാല്യൂ കൂടുതലും മാർക്കറ്റ് പ്രൈസ് കുറവുമാണെങ്കിൽ നമ്മൾ സ്വതവേ എന്ത് ചെയ്യില്ല? നമ്മുടെ കയ്യിലുള്ള ബോണ്ട് സെല്ല് ചെയ്യില്ല. നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി. മാർക്കറ്റിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിന് പ്രൈസ് കുറവാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്യുമോ? ഇല്ല. മാർക്കറ്റ് പ്രൈസ് കൂടുമ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്യുക. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് വില കുറവും മാർക്കറ്റിലുള്ള പ്രൈസ് കൂടുതലാണെങ്കിലാണ് നമ്മൾ സെല്ല് ചെയ്യുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ റബ്ബർ ഷീറ്റ് എപ്പോഴാണ് സെല്ല് ചെയ്യുക? ഇതിൻ്റെ മാർക്കറ്റിലുള്ള പ്രൈസ് കൂടുമ്പോഴാണ് നമ്മൾ സെല്ല് ചെയ്യുക. ഓക്കെ, അതേസമയം മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിൽ നമ്മളത് സെല്ല് ചെയ്യില്ല. ഇനി ബൈയുടെ കേസിലാണെങ്കിൽ മാർക്കറ്റിലെ പ്രൈസ് കുറവാകുന്ന സമയത്താണ് നമ്മൾ ബൈ ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കോൺസെപ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ പേഴ്സൺ ഓൺസ് ₹1,000 ഫേസ് വാല്യൂ ബോണ്ട് വിത്ത് 5 years മെച്യൂരിറ്റി. The bond makes annual interest payment of ₹80. The bond is currently priced at ₹960. Given that market discount interest rate is 10%, should investor hold or sell the bond? Okay. അപ്പോൾ നമുക്ക് ഫേസ് വാല്യൂ തന്നിട്ടുണ്ട് 1000 ആണ് ഫേസ് വാല്യൂ. മെച്യൂരിറ്റി തന്നിട്ടുണ്ട് 5 years. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട് 80%. ഡയറക്റ്റായിട്ട് 80 തന്നിട്ടുണ്ട്. കറൻറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് 960. മാർക്കറ്റ് ഡിസ്കൗണ്ട് റേറ്റ് 10%. നമ്മളോട് സെല്ല് ചെയ്യണോ ബൈ ചെയ്യണോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ആനുവിറ്റി ടേബിളിൽ പോയിട്ട് PVA കാണണം, PVF. സോ നമ്മൾ ആദ്യം ചെന്നിട്ട് PVFAയിൽ ചെന്നിട്ട് 10% റേറ്റ് പ്രകാരം 5 yearsലുള്ള പ്രസൻറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ടേബിളിൽ പോയിട്ട് PVFൻ്റെ ബേസ് ചെയ്തിട്ട് 10% വെച്ച് 5 yearsലേക്കുള്ളത് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ചെയ്തിട്ടുള്ളൂ. സോ മറ്റേ ടേബിൾ നോക്കുക കേട്ടോ. നോക്കാം. ആദ്യമേ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് PVFA ഫൈൻഡ് ചെയ്യണം. ഓക്കെ, PVF എന്ന് പറയുന്നത് 4 yearsലേക്ക് 10% വെച്ചിട്ട് നോക്കുന്ന സമയത്ത്
4 ഇയേഴ്സിലേക്ക് 10%, സോറി 4 അല്ല 5 ഇയേഴ്സിലേക്ക് 10% വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് PVF നോക്കാം. നമുക്ക് ടേബിളിൽ തന്നെ പോയി നോക്കാം. 10% വെച്ച് 5 ഇയേഴ്സിലേക്ക് എത്രയാണ് കിട്ടുന്നത്? എത്രയാണ്? നെക്സ്റ്റ് വൺ, അതായത് 0.6209 അല്ലേ? 6209 അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 5 ഇയേഴ്സിലേക്ക് 10% വെച്ചിട്ട്. ഓക്കെ, സോ അതിനെ നമ്മൾ 0.621 ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാം. ദറ്റ് ഈസ് 0.621. ഓക്കെ, അതുപോലെ തന്നെ PVFയും കണ്ടുപിടിക്കുക. ദറ്റ് ഈസ് 5 ഇയേഴ്സിലേക്ക് 10% വെച്ച് എത്രയാണ്? അത് കിട്ടുന്നത് 3.791 ആണ്. ഓക്കെ, 3.791. ഓക്കെ, അപ്പോൾ അതും ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് നേരിട്ട് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? കൂപ്പൺ 80 ഇൻറ്റു PVFA. PVFA എന്ന് പറയുന്നത് എത്രയാണ്? PVFA എന്ന് പറയുന്നത് 3.791. ഓക്കെ, പ്ലസ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ഇൻറ്റു PVF. ഓക്കെ, 80 ഇൻറ്റു 3.791 പ്ലസ് 1000 ഇൻറ്റു 0.621. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 924.28 ആണ്. ഓക്കെ, ഇൻട്രിൻസിക് 24.28. നമ്മൾ ഫൈനൽ ആൻസർ നമുക്ക് എഴുതാനുണ്ട്. എന്താണ് ഇൻട്രിൻസിക് വാല്യൂ? എന്തൊക്കെ ചോദിച്ചേക്കുന്നത്? ഇൻവെസ്റ്റർ ഹോൾഡ് ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം. ഇൻട്രിൻസിക് വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 924.28 ആണ്. 924.28. മാർക്കറ്റ് പ്രൈസോ? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 960. സോ മാർക്കറ്റ് പ്രൈസ് കൂടുതലും ഇൻട്രിൻസിക് വാല്യൂ കുറവുമാണ് അല്ലേ? മാർക്കറ്റിൽ പ്രൈസ് കൂടുതലാണ്, നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ കുറവാണ്. സോ എന്താണ്? നമ്മൾ സെല്ല് ചെയ്യണം. ക്ലിയർ ആയോ? മാർക്കറ്റിൽ വില കൂടുമ്പോഴല്ലേ നമ്മൾ സെല്ല് ചെയ്യുന്നത്. മാർക്കറ്റിൽ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൈ ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. പ്രോബ്ലം നമ്പർ 4. What is the present value of a bond with face value of ₹1000, coupon rate is 8% and maturity period 3 years? ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് തന്നെയാണ് yield to maturity എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടർ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? സിമിലർ ബോണ്ടിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് 10% ആണ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കൗണ്ടഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10%. അതൊക്കെ എന്ത് തന്നെയാണ്? yield to maturity തന്നെയാണ്. സോ നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ്, annual interest into PVFA plus principal amount, face value, principal amount into PVF. ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്യണം കേട്ടോ. സോ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈസിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് എടുത്തെഴുതാണ്.
എന്ത് പി വി എഫ് എന്ന് പറയുന്നത് 2.4869 പി വി എഫ് എന്ന് പറയുന്നത് 0.7513 ആണ്. സോ 80 ഇൻറ്റു 2.4869 പ്ലസ് 1000 ഇൻറ്റു ചെയ്യാം ഇൻട്രസ്റ്റ് എത്രയാണ് 1000 ഇൻറ്റു 8%. 80 ഇൻറ്റു 2. ഈ ഫിഗർ നോക്കിയാണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. 2.4869 പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ഇൻറ്റു 0.7513 കിട്ടുന്നത് 950. ഓക്കെ, നമ്മളോട് പ്രസൻറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രസൻറ്റ് വാല്യൂ എത്രയാണ് 950.252. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ₹1000 ഫേസ് വാല്യൂ ബോണ്ട് ബെയറിംഗ് എ കൂപ്പൺ റേറ്റ് ഓഫ് 3.5% മേ മെച്യൂരിറ്റി ആഫ്റ്റർ 4 years. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മെച്യൂരിറ്റി എന്നാണ് കേട്ടോ. 1000 ഫേസ് വാല്യൂ, കൂപ്പൺ റേറ്റ് 3.50, മെച്യൂരിറ്റി 10 years. എക്സ്പെക്റ്റഡ് ഈൽഡ് ടു മെച്യൂരിറ്റിയും തന്നിട്ടുണ്ട് 6%. മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 802. എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇൻവെസ്റ്റർ ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എന്നാണ്. നോക്കാം. നിങ്ങളിതിൽ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം എങ്ങനെ പി വി എഫ് എ ഫൈൻഡ് ചെയ്യാം, എങ്ങനെയാണ് പി വി എഫ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പി വി എഫിൻ്റെ ചാർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ അല്ലാണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ അത് ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇൻട്രൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ്. അപ്പം 1000 ഇൻറ്റു 3.5% എന്ന് പറയുന്നത് എത്രയാണ് 35 ഇൻറ്റു പി വി എഫ് എ ഫൈൻഡ് ചെയ്യണം. ഇതിൽ നമ്മൾ നേരിട്ട് എടുക്കുകയാണ്. പി വി എഫ് എന്ന് പറയുന്നത് എത്രയാണ് 7.360. ഇത് ഫൈൻഡ് ചെയ്തതാണ് കേട്ടോ. ഇതെല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഞാൻ. നിങ്ങൾ പി വി എഫും എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് ചെയ്ത് നോക്കണം. പിന്നെ 1000 ഇൻറ്റു പി വി എഫ് എന്ന് പറയുന്നത് 0.5584. പി വി എഫ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നറിയില്ലേ? പി വി എഫ് കണ്ടുപിടിക്കാൻ ഇയേഴ്സ് എത്രയാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് 10 years ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 years എടുക്കുക. 10 years. റേറ്റ് 6%. 6%ഉം 10 yearsഉം കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വാല്യൂ എത്രയാണ് 0.5584. ഓക്കെ, ആ വാല്യൂ ആണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തേക്കുന്നത് കേട്ടോ. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 816 ആണ്. 816. ഓക്കെ, അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ബൈ ചെയ്യണോ സെല് ചെയ്യണോ എന്നാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 802 ആണ്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബോണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 816 ആണ്. ഓക്കെ, ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ? മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ ബൈ ചെയ്യില്ല. ഇവിടെ മാർക്കറ്റ് പ്രൈസ് കുറവാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ബൈ ചെയ്യും. കാരണം നമ്മുടെ ബോണ്ട് അണ്ടർ പ്രൈസ്ഡ് ആണ്. ബോണ്ടിൻ്റെ വാല്യൂ മാർക്കറ്റിൽ ഇൻട്രൻസിക് വാല്യൂ മാർക്കറ്റ് പ്രൈസും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ ബൈ ചെയ്യില്ല. മാർക്കറ്റ് പ്രൈസ് കുറവാണെങ്കിൽ ബൈ ചെയ്യും. ക്ലിയർ? അതുപോലെ തന്നെ കാൽക്കുലേറ്റഡ് വാല്യൂ, ഇൻട്രൻസിക് വാല്യൂ, പ്രസൻറ്റ് വാല്യൂ ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. A 5-year bond, spelling mistake ഉണ്ട്, 5-year bond with a coupon payment of ₹11. ഓക്കെ, 5-year bond ആണ്, 11 ആണ് കൂപ്പൺ റേറ്റ്. മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 80 ആണ്. സെല്ലിംഗ് പ്രൈസ് 110 ആണ്. ഈൽഡ് ടു മെച്യൂരിറ്റി തന്നിട്ടുണ്ട് 10%. ഇൻവെസ്റ്ററിനെ അഡ്വൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
ഇതും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിക്കുക. ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിക്കാൻ കൂപ്പൺ ഇൻറ്റു പി വി എഫ് എ പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു പി വി എഫ്. അത് ഫൈൻഡ് ചെയ്യണം കേട്ടോ. പി വി എഫ് എന്ന് പറഞ്ഞാൽ വേറെ ടേബിളാണ്, പി വി എഫ് എന്ന് പറയുന്നത് വേറൊരു ടേബിളാണ്. ഓക്കെ, അത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 91.3788 ആണ്. വാല്യൂ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് ബൈ ചെയ്യണോ സെല് ചെയ്യണോ എന്നുള്ളതാണ്. മാർക്കറ്റ് പ്രൈസും ഇതും കൂടി നോക്കുന്ന സമയത്ത് എന്താണ്, ഇൻട്രൻസിക് വാല്യൂ ഈസ് ലെസ് ദാൻ ദ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ് അല്ലേ. മാർക്കറ്റ് പ്രൈസ് എത്രയുണ്ട്, 110 ഉണ്ട്. ഇത് 91 ഉള്ളൂ ഇൻട്രൻസിക് വാല്യൂ. സോ നമ്മൾ എന്ത് ചെയ്യില്ല, ബൈ ചെയ്യില്ല. മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ ബൈ ചെയ്യില്ല. ക്ലിയർ ആയോ? ഇതും അതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം കൂടി ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് കാണിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. ഇനിയിപ്പോൾ അതിൻ്റെ ഫിഗർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവുക.